ഹായ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ. എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ്, ചേച്ചി സ്വന്തമായിട്ടൊരു സംരംഭമൊക്കെ തുടങ്ങി, ചേച്ചിയുടെ കാര്യം നോക്കിപ്പോയി, ഞങ്ങളുടെ കാര്യമൊക്കെ ചേച്ചി അങ്ങ് വിട്ട് കളഞ്ഞല്ലേ. ചേച്ചിയെ പോലുള്ളവരല്ലേ ചേച്ചി ഞങ്ങൾക്ക് ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ പറഞ്ഞു തന്ന ഞങ്ങളുടെ വലിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങൾക്ക് കാശ് മുടക്കൊന്നും കൂടാതെ. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. അവരങ്ങനെയൊക്കെ പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? എന്നെ അവരുടെ ഒരു കൂടപ്പറപ്പിനെ പോലെ, ഒരു സഹോദരിയെ പോലെയൊക്കെ കണ്ട് ഏറ്റവും അധികം എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ച അവരങ്ങനെയൊക്കെ പറയുന്നതെന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലാകും. പക്ഷെങ്കിൽ ഞാനും അതുപോലെ തന്നെ നിങ്ങളെ ഒരുപാട് സ്നേഹത്തോട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് തന്നെയാണ് കേട്ടോ ഞാനും നിങ്ങളോട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. നിങ്ങളെ വീട് പണയപ്പെടുത്തിയോ അല്ലെങ്കിൽ ലോൺ എടുത്തോ അല്ലെ സ്വർണം കൊണ്ട് വിറ്റോ ഒന്നും നിങ്ങൾ ആർക്കും ഒന്നും കൊണ്ട് കൊടുക്കണ്ട. ഇങ്ങനെ ചിലപ്പം വലിയ കാര്യങ്ങൾ ചിലപ്പം ചെറിയ കാര്യത്തിൽ നമുക്ക് മാറിപ്പോകും, അതിന് മാറ്റം കിട്ടും. ഇങ്ങനെ ഒരുപാട് പേര് എൻ്റെ വീഡിയോ വന്ന് കണ്ടിട്ട് ഒരുപാട് അഭിപ്രായങ്ങളും ഒരുപാട് സ്നേഹത്തോടെ എന്നെ ഹൗസ് വാമിങ്ങിന് വിളിക്കുകയും, അതിലൊരാൾ വളരെയധികം നിർബന്ധിച്ച് പാലക്കാടുള്ളയാൾ വർഷങ്ങൾ കൂടിയ വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മാറിയത്. അപ്പോൾ ആ പാലുകാച്ചലിന് വന്ന് സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷത്തോടെ എന്നെ വിളിച്ചു. അതുപോലെ പാലായിൽ നിന്നും 37 വർഷമായിട്ട് അവർ കല്യാണം കഴിഞ്ഞപ്പം തൊട്ട് വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. ചേച്ചി പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്ത് ഞങ്ങൾക്കൊരു വീടായി. അവരെന്നോട് ആവശ്യപ്പെട്ടത്, ഞാൻ ഒരുപാട് വലിയ ആളായിട്ടൊന്നും അല്ല കേട്ടോ, നിങ്ങളിലെല്ലാം ഒരുപാട് താഴെയുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. എങ്കിലും അവരെന്നോട് പറഞ്ഞൊരു കാര്യം കേട്ട് സത്യമായിട്ട് ഞാൻ കരഞ്ഞു. ചേച്ചി വന്ന് ഒന്ന് പാല് കാച്ചോ എന്ന് ചോദിച്ചു. ദൈവമേ, ഞാൻ അന്നേരം അവരോട് പറഞ്ഞേ, ഒരിക്കലും ഞാൻ അതിന് അർഹതയല്ല, എനിക്ക് അതിനുള്ള യോഗ്യതയില്ല. എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവര് പ്രാർത്ഥിച്ച് മനസ്സ് നിറഞ്ഞ് കയറുന്ന ആ പ്രാർത്ഥനയോളം മറ്റാര് ചെയ്താലും അതിന് പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞ് അവരെ കാര്യം മനസ്സിലാക്കി. എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയില്ല. പക്ഷെ അടുത്ത ആഴ്ച ഞാൻ പാലാവഴി പോകുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ അവിടെ കയറണമെന്ന് ഓർത്ത് തന്നെ ഇരിക്കുന്ന കേട്ടോ. പിന്നെ ഞാനിതൊന്നും പറയാൻ വേണ്ടിയല്ല വന്നത്. അങ്ങനെയുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് തൊട്ട് പുറകെ ഞാൻ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഇന്ന് പറയാൻ പോകുന്ന കാര്യം, കഴിഞ്ഞ മാസവും ഈ മാസവുമായിട്ട് കുറേ ദിവസങ്ങൾ ഞാൻ കുമളിയിലും എൻ്റെ സ്വന്തം നാടായ ഇടുക്കിയിലും തൊടുപുഴയിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഏറ്റവും മൂത്ത ചേച്ചിക്ക് 64 വയസ്സായി. ചേച്ചിയുടെ കൂടെ പഠിച്ച ഏറ്റവും അടുത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 1ാം ക്ലാസ് തൊട്ട് ഒന്നിച്ച് പഠിച്ചതാണ് 7 വരെ. അപ്പോൾ അതിൽ ഒരു പുള്ളിക്കാരിനെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ എനിക്ക് ആളെ മനസ്സിലായില്ല, പക്ഷെ അവരെന്നെ ഈ വീഡിയോയൊക്കെ കണ്ട് അവർക്ക് എന്നെ നല്ല പരിചയം. അപ്പോൾ ചേച്ചീനെ ഇടയ്ക്കൊരു ദിവസം കണ്ടപ്പം ചോദിച്ചു, മോളിയുടെ അനീത്തിയല്ലേ രജനി വയലാറ്, ഞങ്ങൾ ആ വീഡിയോ ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് എന്നെ പരിചയമുണ്ട്, പക്ഷെ ഞാൻ അവരെ മറന്നുപോയായിരുന്നു. ദൈവമേ, മറന്നുപോയിട്ട് തന്നെ ഓടി വന്ന് എന്നോട് ചോദിച്ചു, മോളിയുടെ അനീത്തിയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, എങ്ങനെ മനസ്സിലായി? അപ്പം പറഞ്ഞു ഇന്നത് ഉണക്ക് വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള മനസ്സിലായി എന്ന് പറഞ്ഞു. പക്ഷെ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവർക്ക് എൻ്റെ പോലും പ്രായം തോന്നില്ല. എൻ്റെ ചേച്ചിക്ക് 64 വയസ്സിൻ്റെ ഇടയ്ക്ക് 3 സ്ട്രോക്കും വന്നു, ഒരു ചെറിയൊരു അറ്റാക്ക് വന്നു, ഒരു വശമൊക്കെ ഇങ്ങനെ ഇതായി. ചേച്ചി അപ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വയ്യാഴികയുടെ ഒരു ക്ഷീണം കൊണ്ട് വന്ന് ഞാൻ ഇവരെ കണ്ടിട്ട് ദൈവമേ, ഒരു 40 വയസ്സ് പോലും ഇവർക്ക് പറയത്തില്ല, ഒരേ പ്രായക്കാരാ. എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ചേച്ചിയുടെ വീടിൻ്റെ അവിടുന്ന് കുറച്ചൊരു 5-6 വീടുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചിങ്ങനെ പോരും, 2 ദിവസം കഴിഞ്ഞാ പോകുന്നത്, കുറെ പച്ചമരുന്നിന്റെ ഒക്കെ കാര്യങ്ങളുള്ളതുകൊണ്ട്. അപ്പൊ ഞാൻ കണ്ടു കഴിഞ്ഞപ്പം ചോദിച്ചേ, ഇപ്പോഴും നല്ല ചെറുപ്പമായിട്ടിരിക്കുന്നല്ലോ, കെട്ടിച്ചെന്ന് പോലും പറയത്തില്ലല്ലോ, ഇതിന്റെ രഹസ്യം എന്താ ഞങ്ങൾക്കും കൂടെ എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാർ ഒരുപാട് ചിരിച്ചിട്ട് പറഞ്ഞ്, അതിനിപ്പോ എന്നാ രജനീനെ കണ്ടാലും വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നൊക്കെ ഓർത്തോണ്ട ഞാനും കുഴപ്പമില്ലെന്ന് ഞാനും അന്നേരം അങ്ങ് മനസ്സിലങ്ങ് ഓർത്തെങ്കിലും ഞാൻ പറയാം, എന്നാലും ഒന്ന് പറഞ്ഞു തന്നെ, സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട്, ഒരു ചുളുക്കോ ഒന്നുമില്ല, നല്ല ഭംഗിയായിട്ടിരിക്കുന്നു. അപ്പോഴാണ് എന്നോട് പറഞ്ഞ, മറ്റൊന്നും അല്ല കേട്ടോ പുള്ളിക്കാരി, ഇവിടെയല്ല, മോളുടെ കൂടെ സ്വിറ്റ്സർലൻഡിലാണ് നിൽക്കുന്നത്. അപ്പം പറഞ്ഞു അവിടെ മഞ്ഞൊക്കെ വന്നു കഴിയുമ്പം വലിയ വിഷയവും കാര്യങ്ങളോ അവിടെയുള്ള എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു. നമ്മൾ ഈ ഭയങ്കര വില കൊടുത്ത് ഉള്ള ക്രീമും ഇതൊന്നും മേടിച്ച് തേക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞൊരു കാര്യം, ഇവര് തലേദിവസം എന്ത് കാണിക്കും, നമ്മുടെ നിസാരമുള്ള സാധനമാണ് നമ്മുടെ ഉലുവ ഇല്ലേ, ആ ഉലുവ നല്ല പുളിയുള്ള തൈരിൻ്റെ അകത്തോട്ട് ഇട്ട് വെക്കും എന്ന് പറഞ്ഞു. പുളിയുള്ള തൈര് അറിയാമോ, നമ്മൾ കറിക്കൊക്കെ എടുക്കുന്ന തൈര്, അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ശരീരം മുഴുവൻ തേക്കാനായിട്ടുള്ള കണക്കിന് ഉള്ളത് ഉലുവ ആ തൈരിലോട്ട് ഇട്ട് വെക്കും എന്ന് പറഞ്ഞു. രാവിലെ നമ്മൾ കുളിക്കുന്ന ആ ഒരു സമയം കണക്കാക്കിയിട്ട് ഈ തൈരും ഈ ഉലുവായും കൂടെ നല്ല രീതിയിൽ, അതായത് അവർക്ക് ഒരു, നമ്മൾ ഈ കറിക്കൊക്കെ അരയ്ക്കാൻ എടുക്കുന്ന മിക്സിക്കകത്തൊന്നും അല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞു,
ഈ മിക്സിയിലോട്ട് എന്ന് വെച്ചാൽ ഇത് അരയ്ക്കാൻ വേണ്ടി തന്നെ ചെറിയ മിക്സി കിട്ടും എന്ന് പറഞ്ഞു അവിടെയൊക്കെ അരയ്ക്കുന്നത്. അപ്പോൾ ഒരു 2 കറക്ക് ഇറക്കുമ്പോഴേ നല്ല പഞ്ഞി പോലെ അരഞ്ഞു കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഇത് അങ്ങോട്ട് അരച്ചെടുക്കും എന്ന് പറഞ്ഞു കുളിക്കുന്നതിന് മുമ്പ്. എന്ന് വെച്ചിട്ട് ശർക്കരയൊക്കെ നേരത്തെ വെച്ചേക്കും എന്ന് പറഞ്ഞു പൊടി പൊടിയായിട്ട്. അവിടെ അങ്ങനത്തെ പാക്കറ്റ് പൊടി ശർക്കര മേടിക്കാനും കിട്ടും എന്ന് പറയും. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ശർക്കരയും കൂടി ഇതിലിട്ടിട്ട് നല്ല കുഴച്ചെടുക്കും എന്ന് പറഞ്ഞു. ഇതാണ് അവരവിടെ സോപ്പിനൊക്കെ പകരം ഉപയോഗിക്കുന്ന പറഞ്ഞു. അതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് മുഖമൊക്കെ നല്ലതുപോലെ ഇങ്ങനെ മസാജ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം മുഖവും നമ്മുടെ പെടലിയും ഇത് സോപ്പിന് പകരം ഇതാ അവർ ഉപയോഗിക്കുന്നത്. ഒരു മോരിഞ്ചോ ഒന്നുമില്ല. ഈ ചേച്ചി ഇവരങ്ങ് പോയി കഴിയുമ്പോൾ എന്നോട് ചേച്ചി പറയാണേ, എടി മോനെ, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചേച്ചി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കളറും നല്ല വെളുത്ത ആളുമായിരുന്നു ചേച്ചിക്ക്. ചേച്ചി ഇപ്പം ഈ അസുഖമൊക്കെ വന്നപ്പോൾ ഞാൻ എൻ്റെ ചേച്ചി ഇച്ചിരി ഇന്ന് കളറൊക്കെ വാങ്ങിപ്പോയത്. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയില്ലേ, എന്നെ കണ്ടാൽ ഒന്നിനും കൊള്ളില്ലായിരുന്നു. കറുത്ത് കരിവാളിച്ച് മൊരിയൊക്കെ പിടിച്ച് ഒന്നിനും കൊള്ളാത്ത ആളാന്ന് ഞാൻ എപ്പോഴും മിക്കവാറും വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒരാൾ പോലും നോക്കത്തില്ലായിരുന്നു. എന്നെ കണ്ടാൽ അത്രയ്ക്ക് മോശമുണ്ട്. എനിക്കൊരു പ്രേമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രേമം എന്താണെന്ന് പോലും അറിയത്തില്ല. പ്രേമിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നും എനിക്കറിയില്ല. അതിൻ്റെ ആ സന്തോഷവും എനിക്കറിയത്തില്ലാത്ത ഒരാളാണ്. ചിലപ്പം അങ്ങനെ ഒരു പ്രേമാനുഭവം ഉണ്ടാകാത്ത ഒരു വ്യക്തി ചിലപ്പം മിക്കവാറും ഞാൻ മാത്രമേ കാണത്തുള്ളായിരിക്കും. അതുകൊണ്ടൊന്നും എനിക്ക് കുഴപ്പവും വിഷമവും ഒന്നും ഇല്ല കേട്ടോ. എങ്കിലും പറയാം, ചേച്ചി എന്നിട്ട് പറയാണ് അങ്ങനെ ഇരുന്ന ഇത് അങ്ങോട്ട് പോയോ. ഞാൻ നേരം ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി കാലാവസ്ഥയുടെ ഒക്കെ ആയിരിക്കും, ചേഞ്ച് വന്നതിൻ്റെ ഒക്കെ ആയിരിക്കും അവിടുത്തെ കാലാവസ്ഥ എന്ന് ചേച്ചിയോട് പറഞ്ഞു. എടി കൊച്ചെ, മഞ്ഞുള്ളപ്പോൾ മഞ്ഞും തണുപ്പും ഒക്കെ കൊണ്ട് ഇവിടുത്തെ കഴിഞ്ഞും കാലാവസ്ഥ മോശമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ഇവരെപ്പോൾ കുളിക്കുകയോ എടുക്കുകയോ ചെയ്താലും സോപ്പ് ഉപയോഗത്തില്ല. ഇതാണ് അവർ ഉപയോഗിക്കുന്നത് എന്നതാ. തലേ ദിവസം മോറിൽ ഉലുവായി ഇട്ട് വെച്ചിട്ട് കുളിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇത് അരച്ചെടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ശർക്കരപ്പൊടി ചെയ്യും. ആ പൊടി അവർക്ക് അവിടെ മേടിക്കാൻ കിട്ടുന്നതാണ്. എന്നിട്ട് കുഴച്ചിട്ട് അതാണ് മേത്തെ അഴുക്കും ചെളിയും എല്ലാം നല്ല ക്ലീൻ ആകും. ഒരു മൊരിയും പിടിക്കത്തില്ലെന്ന് പറഞ്ഞു. യാതൊരു വക കെമിക്കലും അവർ ഇറക്കത്തില്ല. പിന്നെ അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷവും ബോഡി ലോഷൻ ഒന്നും ദേഹത്ത് തുഴക്കത്തില്ല. ഗ്ലിസറിനും റോസ് വാട്ടറും സമം എടുത്തിട്ട് ദേഹത്തും മുഖത്തും ഒക്കെ തേക്കത്തേ ഉള്ളൂ. മറ്റൊരു കാര്യവും ചെയ്യാറില്ലെന്നാണ് പറഞ്ഞത്. അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതുപോലെ മൊരിയും ഇതും ഒക്കെ പോയി നിങ്ങൾക്ക് ഇപ്പോഴും ചെറുപ്പവും സൗന്ദര്യവും ഒക്കെ നിലനിർത്തണം. സ്കിന്നൊക്കെ ചുളിയാതിരിക്കണം. അവരെ പോലെ സുന്ദരി 65-ലും 35 പോലെ ഇരിക്കാനായിട്ട് നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണമെന്ന് എൻ്റെ അഭിപ്രായം. ദാണ്ടെ ഞാൻ ഇന്ന് മുതൽ ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടെ. എന്നിട്ടാ ഞാൻ നിങ്ങളുടെ അടുക്ക വന്നിരുന്ന് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. ഇതുകൊണ്ട് ഞാൻ ഇന്ന് ഒന്ന് ചെയ്തപ്പോൾ ഇത് എനിക്ക് തന്നെ അറിയാം, എൻ്റെ കൈക്കൊക്കെ നല്ലൊരു മെരിമെരിപ്പും ഒരു സോഫ്റ്റ്നെസ്സും നല്ലൊരു സുഖമാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ ഞാനും വന്നിട്ട് കുളി കഴിഞ്ഞ് വന്നിട്ട് ഇച്ചിരി റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ ഒക്കെ ഒന്ന് തൂക്കുകയൊക്കെ ചെയ്തിട്ടാകട്ടോ ഇരുന്ന് പറയുന്നത്. അപ്പം നിങ്ങളും നാളെ മുതൽ എന്നെ പോണൊക്കെ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തോണം കേട്ടോ. നമുക്ക് ഈ 65-ാം വയസ്സിലും 35 വയസ്സ് പോലെ ഇരിക്കുന്നുണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പിള്ളേർ മാത്രം അങ്ങനെയൊന്നും ഇരുന്നാൽ പോരുന്നേ, നമുക്കും അങ്ങനെയൊക്കെ ഇരിക്കണം. അപ്പൊ എല്ലാവരും ഇതുപോലെയെല്ലാം ഒന്ന് ചെയ്തു നോക്കണം. നമുക്ക് വേറെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും അല്ല, കാശ് മുടക്കും ഒന്നുമില്ലെന്നേ. അപ്പൊ എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതൊക്കെ. ഇന്നിപ്പോ ഈ വീഡിയോയിൽ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ അതുപോലെ അടുത്ത ദിവസം മുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ചെറിയ ചെറിയ ടിപ്പുകളും വീഡിയോകളുമായിട്ട് എപ്പോഴും ഞാൻ നിങ്ങളോടൊപ്പം ഒരു സഹോദരിയെ പോലെ കൂടപ്പറപ്പിനെ പോലെ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതേ സപ്പോർട്ടും പിന്തുണയും നിങ്ങൾ എനിക്കും തരണം കേട്ടോ. അപ്പൊ ഇന്നും നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം റെഡിയാണ്. അമ്മച്ചി സ്പെഷ്യൽ കാച്ചെണ്ണയുണ്ട്, അതുപോലെ തന്നെ ബേബി ഓയിലുണ്ട്, ബേബി ഹെയർ ഓയിലുണ്ട്, ചിക്കൻ ഇടിയിറച്ചിയുണ്ട്, ബീഫ് ഇടിയിറച്ചിയുണ്ട്, ഫിഷ് അച്ചാറുണ്ട്, ബീഫ് അച്ചാറുണ്ട്, അവലോസ് പൊടിയുണ്ട്, അവല് വിളയിച്ചതുണ്ട്, നാരങ്ങ അച്ചാറ്, മാങ്ങ അച്ചാറ്, പുളി, ഇഞ്ചി, അതുപോലെ തന്നെ മധുരമാങ്ങ, പിന്നെ ഏത്തക്ക വറുത്തതുണ്ട്, ചക്ക വറുത്തതുണ്ട്, ശർക്കര വരട്ടിയുണ്ട്, പിന്നെ നമ്മുടെ ഇടുക്കിയുടെ സ്വന്തം പൈസസായ കുരുമുളകുണ്ട്, ഏലക്കായുണ്ട്, ഗ്രാമ്പൂ ഉണ്ട്, പട്ടയുണ്ട്. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ വരുന്നത്. അപ്പം നമ്മുടെ ചുക്കുണ്ട്, ഒറിജിനൽ ചുക്കുണ്ട് കേട്ടോ. എല്ലക്കല്ലൻ്റെ ചുക്ക് ഉണങ്ങിയതുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ കാപ്പിപ്പൊടിയുണ്ട്, ഒറിജിനൽ തേയിലപ്പൊടിയുണ്ട്. ഇനി തൊട്ട് നമ്മൾ മറ്റൊരു പ്രൊഡക്റ്റും കൂടി ഇറക്കുന്നുണ്ട്, ഇറച്ചി മസാല, അതുപോലെ തന്നെ ചിക്കൻ മസാല, ഫിഷ് മസാല. ഈ മസാല കൂട്ടുകൾ അടുത്ത ആഴ്ച മുതൽ നിങ്ങളുടെ കൈകളിൽ എത്തിയിരിക്കും, ഒരു കെമിക്കലോ മായോ ചേർക്കാതെ കേട്ടോ. അപ്പൊ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടോ എന്താ ചെയ്യണ്ടേ? എന്നത്തെയും പോലെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ല്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കേ.